നമസ്കാരം. ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന. ഗൾഫ് GTV വാർത്തകളിലേക്ക് സ്വാഗതം. ഇനി പരീക്ഷ എഴുതേണ്ട, കഴിവുകൾ നോക്കി പാസ്സാക്കും. പുതിയ സംവിധാനം. പബ്ലിക് സ്കൂളുകളിലെ 5 മുതൽ 8 വരെയുള്ള ക്ലാസ്സിൽ വർഷാവസാനത്തിലെ എഴുത്തു പരീക്ഷയിൽ പകരം കുട്ടികളുടെ നൈപുണ്യവും അറിവും മൂല്യനിർണ്ണയത്തിന്റെ അടിസ്ഥാനമാക്കുന്ന പദ്ധതി UAE നടപ്പിലാക്കുന്നു. രാജ്യത്തെ പബ്ലിക് സ്കൂളുകളിലെ 5 മുതൽ 8 വരെ ക്ലാസുകളിലാണ് പുതിയ അധ്യയന വർഷത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഒരുക്കങ്ങൾ സംബന്ധിച്ച് വിശദീകരിക്കുന്ന പത്രസമ്മേളനത്തിലാണ് UAE വിദ്യാഭ്യാസ മന്ത്രി സാറ ബിന്റർ യൂസഫ് അൽ അമീരി ഇക്കാര്യം വെളിപ്പെടുത്തിയത്. വിദ്യാർത്ഥികളിലുള്ള കഴിവുകളെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കാൻ പൊതുവിദ്യാലയങ്ങളിലെ മൂല്യനിർണ്ണയ സമ്പ്രദായം നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും അവർ വ്യക്തമാക്കി. നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾക്ക് വലിയ അവസരം. സൗജന്യമായി തന്നെ നോർക്ക സംരംഭകത്വ പരിശീലനം. പ്രവാസികൾക്കായി നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ജില്ലകളിൽ സൗജന്യ സംരംഭകത്വ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഓഗസ്റ്റ് 31 മുമ്പായി NPFCയിൽ ഇമെയിൽ ഫോൺ മുഖാന്തരം പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമാകും പ്രവേശനം. ഇതിനായി 047127700534 അല്ലെങ്കിൽ +91 859295867 എന്ന നമ്പറിലോ npfc.coordinator@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ്. പ്രവാസികൾക്കും നാട്ടിൽ തിരിച്ചെത്തിയവർക്കും ബിസിനസ് സംരംഭങ്ങളോ സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിനും നിലവിലുള്ള വിപുലീകരണത്തിനും സഹായകരമാകുന്നതാണ് പരിശീലനം. ഉചിതമായ സംരംഭക പദ്ധതികൾ തിരഞ്ഞെടുക്കുന്നതിനായി ബാങ്ക് വായ്പകളുടെ സാധ്യതകൾ, നോർക്ക റൂട്ട്സ് വഴി നൽകി വരുന്ന സേവനങ്ങൾ എന്നിവ സംബന്ധിച്ചും അവബോധം നൽകുന്നതിന് ലക്ഷ്യമിട്ടാണ് ഈ പരിശീലനം. UAE ജീവനക്കാരെ പിരിച്ചുവിടാൻ തൊഴിലുടമയ്ക്ക് അധികാരമുണ്ടോ? വ്യക്തമായ നിർദ്ദേശങ്ങളുമായി അധികൃതർ. തോന്നിയ പോലെ തൊഴിലാളികളെ പിരിച്ചുവിടാൻ UAE തൊഴിൽ നിയമം തൊഴിലുടമയെ അനുവദിക്കുന്നില്ല. പകരം വ്യക്തമായി നിർവചിക്കപ്പെട്ട ഒരു കൂട്ടം സാഹചര്യങ്ങളിൽ മാത്രമേ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരന്റെ തൊഴിൽ കരാർ അവസാനിപ്പിക്കാൻ തൊഴിലുടമയ്ക്ക് അവകാശമുള്ളൂ എന്ന് UAE സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റിൽ വ്യക്തമാക്കി. വിസിറ്റ് വിസയിൽ ജോലി ചെയ്താൽ കനത്ത പിഴ. UAE നിയമം കർശനമാക്കി. UAE വിസിറ്റ് വിസയിൽ വന്നവരെ ജോലിക്ക് നിയോഗിക്കുന്ന തൊഴിൽദാതാക്കൾക്ക് കനത്ത പിഴ ചുമത്തുമെന്ന് സർക്കാർ. വർക്ക് പെർമിറ്റ് ഇല്ലാതെ ജോലി ചെയ്യുക, സ്ഥിരം ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി ജോലി ചെയ്യിപ്പിക്കുക, ജോലി നൽകാതെ UAEയിലേക്ക് വിസിറ്റ് വിസയിൽ കൊണ്ടുവരിക എന്നീ നിയമലംഘനങ്ങൾക്ക് 1 ലക്ഷം ദിർഹം മുതൽ 10 ലക്ഷം ദിർഹം വരെയാണ് കമ്പനികൾക്ക് പിഴ ചുമത്തുക. തൊഴിൽ നിയമം ഭേദഗതി ചെയ്താണ് പിഴ തുക കൂട്ടിയതെന്ന്. നേരത്തെ 50,000 ദിർഹം മുതൽ 2 ലക്ഷം ദിർഹം വരെയായിരുന്നു പിഴ. ചില സ്ഥാപനങ്ങൾ വിസിറ്റ് വിസയുടെ കാലാവധി കഴിഞ്ഞ് ജോലി നൽകാമെന്നും വാഗ്ദാനം നൽകും. പലർക്കും ഇക്കാലയളവിൽ ജോലി ചെയ്യുന്നതിന് വേതനം പോലും കിട്ടാറില്ല. ഈ സാഹചര്യത്തിൽ ജോലി ചെയ്യുന്നവരുടെ അവകാശം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് നിയമ ഭേദഗതിയെന്ന് നിയമവിദഗ്ധർ പറയുന്നു. UAEയിൽ ഓൺലൈൻ കുറ്റങ്ങൾക്ക് കടുത്ത ശിക്ഷ. 5 ലക്ഷം ദിർഹം പിഴയും 5 വർഷം വരെ തടവും. UAEയിൽ വ്യാജമാണെന്ന് തെളിഞ്ഞ പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയോ ആളുകളെ ഓൺലൈനിലൂടെ ട്രോളി ആസ്വദിക്കുന്നുണ്ടെങ്കിലോ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയോ കിംവദന്തികൾ പ്രചരിപ്പിക്കുകയോ ഓൺലൈനിൽ ആരെയെങ്കിലും അപകീർത്തിപ്പെടുത്തുകയോ ചെയ്താൽ അത് 5 ലക്ഷം ദിർഹം വരെ പിഴയും 5 വർഷം തടവും ലഭിക്കുമെന്ന കുറ്റമാണെന്ന് അധികൃതർ വീണ്ടും ഓർമ്മപ്പെടുത്തി. UAEയിൽ അടുത്തിടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ കർശനമായ നിയമങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്. 2024 ജൂലൈ മുതൽ സോഷ്യൽ മീഡിയയിൽ സ്വാധീനം ചെലുത്തുന്നവർക്കും ലൈസൻസ് ഇല്ലാതെ പരസ്യം ചെയ്യുന്നതിനും പരസ്യ സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങൾക്കും പിഴ ചുമത്തുന്ന ഒരു നിയമം അബുദാബി പുറത്തിറക്കിയിരുന്നു. പ്രവാസികൾക്ക് ഇരുട്ടടി. സൗജന്യ പാക്കേജ് പരിധി കുറച്ചു എയർ ഇന്ത്യ എക്സ്പ്രസ്. മലയാളികൾ ഉൾപ്പെടെ പ്രവാസികൾക്ക് വീണ്ടും ഇരുട്ടടിയുമായി എയർ ഇന്ത്യ എക്സ്പ്രസ്. വിമാന ടിക്കറ്റ് നിരക്ക് ഉയർത്തുന്നതിൽ മാത്രമല്ല, യാത്രയിൽ സൗജന്യമായി കൊണ്ടുപോകാൻ കഴിയുന്ന ബാഗേജിന്റെ പരമാവധി ഭാരം കുറച്ചിരിക്കുന്നു. UAEയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ സൗജന്യമായി കൊണ്ടുപോകാൻ 30 കിലോ അനുവദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൽ നിന്നും 10 കിലോ കുറച്ച് 20 കിലോ ആയി കുറച്ചു. ഓഗസ്റ്റ് 19 ശേഷം എയർ ഇന്ത്യ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് പുതിയ നിയന്ത്രണം. ഇതുപ്രകാരം ഓഗസ്റ്റ് 19 ശേഷം യാത്ര ചെയ്യുന്നവർക്ക് 20 കിലോ ബാഗേജും 7 കിലോ ഹാൻഡ് ബാഗേജുമാണ് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഓഗസ്റ്റ് 19 മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് 30 കിലോ ബാഗേജ് തന്നെ അനുവദിക്കുമെന്ന് എയർ ഇന്ത്യ പുറത്തിറക്കിയ പുതിയ സർക്കുലറിൽ പറയുന്നു. എന്നാൽ UAE ഒഴികെയുള്ള മറ്റു GCC രാജ്യങ്ങളിൽ ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് ട്രാവൽ ഏജൻസികൾ പറഞ്ഞു. GCCയിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത് UAEയിലാണ്. കൂടാതെ UAEയിൽ നിന്നും കൊച്ചിയിലേക്ക് മാത്രമാണ് എയർ ഇന്ത്യ സർവീസ് നടത്തുന്നത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
നന്ദി.